ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ബ്രാക്കിയോണസിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിന് എന്താ പറയുക, റെസ്പിറേറ്ററിയും സർക്കുലേറ്ററി ഓർഗൻസും ആബ്സെൻ്റ് ആണ് ബ്രാക്കിയോണസിൽ. അപ്പോൾ നൈട്രജൻ എക്സ്ക്രീഷൻ ഈസ് അമോണോടെലിക് ആണ്. എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോറെഗുലേറ്ററി ഓർഗൻസ് ഇൻക്ലൂഡ് എ പെയർ ഓഫ് ഹൈലി കൺവല്യൂട്ടഡ് protonephridial tubules provided with flame bulbs. They lie in the hemocoel. ഓരോ ട്യൂബ്യൂളും അതിന് സെവറൽ ഷോർട്ട് ബ്രാഞ്ചസ് ഉണ്ട്, ആൻഡ് ഈച്ച് ബ്രാഞ്ച് എൻഡ്സ് ഇൻ എ ഫ്ലെയിം ബൾബ്. ആൻറ്റീരിയർലി the two photonephridial tubules are joined together by a transverse anastomosis known as Huxley's anastomosis. Posteriorly, they open to a pulsating vesicle അഥവാ contractile bladder, which in turn opens to the cloaca. ഇനി ഇതിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെർവസ് സിസ്റ്റം വളരെ സിമ്പിളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബൈലോബ് സെറിബ്രൽ ഗാംഗ്ലിയോൺ അഥവാ ബ്രെയിൻ എബോവ് ദ ഫാരിങ്സ്. ഒരു മെസ്റ്റാക്സ് ഗാംഗ്ലിയോൺ ഉണ്ട് മെസ്റ്റാക്സിൻ്റെ അടിയിലായിട്ട്. പിന്നെ എ കൗഡൽ അഥവാ പെഡൽ ഗാംഗ്ലിയോൺ അത് പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ ടെയിൽ, ആൻഡ് ന്യൂമറസ് റേഡിയേറ്റിംഗ് നെർവ്സ് ഫ്രം ദ ഗാംഗ്ലിയ ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. പിന്നെ സെൻസറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആണ് ഇൻ ദ അപ്പിക്കൽ ഫീൽഡ്. They include photoreceptor eyespores, chemoreceptor pores, and mechanoreceptor അഥവാ tankoreceptor papillae, stylets, etc. പിന്നെ ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്സസ് സെപ്പറേറ്റ് ആണ് ഇൻ ബ്രാക്കിയോണസ്. പിന്നെ മെയിലും ഫീമെയിലും സെക്ഷൽ ഡൈമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്നു. മെയിൽ ഫീമെയിലിനേക്കാൾ വളരെ ചെറുതാണ് ആൻഡ് ഇസ് ഓൾമോസ്റ്റ് ഡീജനറേറ്റീവ്. പിന്നെ മെയിൽ ബ്രാക്കിയോണസ് ആസ് എ ലാർജ് ആൻഡ് സെക്യുലാർ ടെസ്റ്റിസ് പ്രസൻ്റ് ആണ് മെയിലിന്. ലെഡിങ് ഫ്രം ഇറ്റ് ഇസ് എ സീലിയേറ്റഡ് സ്പേം ഡക്ട് ദാറ്റ് പാസസ് ത്രൂ എ പെനിസ് ഓർ സെറസ് ആൻഡ് ദെൻ ഓപ്പൺസ് ഔട്ട് ബൈ ദ മെയിൽ ഗോണോപോഡ്. A cloaca is absent in male. Opening to the sperm duct are 1 to several pairs of prostate glands whose secretion activates the sperms. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിങ്കീഷ്യൽ കോമ്പൗണ്ട് ഓർഗൻ ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ഗമോവിറ്റലേറിയം. ഇറ്റ് ഹാസ് 2 പോർഷൻസ്, 2 പോർഷൻസ് ഉണ്ട്, നെയിംലി ജെർമാരിയവും അഥവാ ഓവറി എന്നും പറയും, പിന്നെ വിറ്റിലേറിയവും ഓർ യോഗ് ഗ്ലാൻഡ് എന്നും പറയും. ഈ 2 പോർഷൻസും ദേ ആർ എൻക്ലോസ്ഡ് ബൈ എ കോമൺ മെംബ്രെയിൻ. Vitellarium supplies yolk for the developing embryo. Leading from the germovitellarium is a small oviduct that opens to the cloaca. Fertilization internal ആണ് and development is external and direct without a larval stage. Female discharges fertilized eggs to the outside. They remain attached to the base of the tail until development is completed. ഇനി റോട്ടിഫെറയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാം. 2000 സ്പീഷീസ് നോണാണ് റോട്ടിഫെറയുടെ, വിച്ച് എൻജോയ് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രിബ്യൂഷൻ. 2 ക്ലാസ്സസ് ആയിട്ടാണ് ഈ ഫൈലത്തെ ഡിവൈഡ് ചെയ്യുന്നത്, നെയിംലി മോണോഗൊണോണ്ട ആൻഡ് ഡെലോയിഡിയ. അപ്പോൾ മോണോഗൊണോണ്ട ഫസ്റ്റത്തെ ക്ലാസ്സിലെന്ന് പറയുന്നത് ദിസ് ഇസ് എ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് റോട്ടിഫേഴ്സ് ആണ്. ഇറ്റ് കംപ്രൈസസ് നിയർലി 1600 സ്പീഷീസ്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ അൺപെയർഡ് ഗോണാഡ്. റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി പാർത്തനോജെനസിസ് ആണ്, ബട്ട് സം ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ്. ഗാമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ് ഓർ മിയോസിസ്. മോസ്റ്റ് ഫോംസ് ആർ ഫ്രീ ലിവിങ് ഓർ സെസൈൽ ബെന്തിക് ഫോംസ്, ബട്ട് എ ഫ്യൂ ആർ പ്ലാങ്ക്ടോണിക്. ചിലത് മാത്രം പ്ലാങ്ക്ടോണിക് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബ്രാക്കിയോണസ്, ക്രോമോഗാസ്റ്റർ, ഗാസ്ട്രോപ്പസ്, പോളിയാർത്ര ഇവയൊക്കെയാണ്. ഇനി രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഡെല്ലോയിഡിയ ആണ്. അതെന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് റോട്ടിഫേഴ്സ് ആണ്. നിയർലി 400 സ്പീഷീസ് മാത്രമേ കംപ്രൈസ് ചെയ്യുന്നുള്ളൂ. മെമ്പേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ പെയർ ഓഫ് ഗോണാഡ്സ് ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പാർത്തനോജെനറ്റിക്കും അഥവാ സെക്ഷലും ആവാം, ആസ് എ കേസ് മേ ബി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗാമീറ്റ്സ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ്. മോസ്റ്റ് ഫോംസ് ആർ സ്വിമ്മിങ് ആൻഡ് ക്രീപ്പിംഗ്. ഇതിൽ നിന്ന് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എഡിനേറ്റ, എംബാറ്റ, റോട്ടാരിയ, ഫെലോഡിന ഇവയൊക്കെയാണ്. ഇനി അഫിനിറ്റീസ് ഓഫ് റോട്ടിഫെറ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിഫെറ ഹാവ് ഹാഡ് എ കെക്വേർഡ് ബയോളജിക്കൽ ഹിസ്റ്ററി.
their relationship with other group has always been obscure. അപ്പോൾ വേറെ ഗ്രൂപ്പുകളായിട്ടുള്ള എന്താ പറയുക റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവരായിട്ടുള്ള ബന്ധം ഇപ്പോൾ സോ they were considered to be allies of several invertebrate groups such as annelids and arthropods. They were also considered to be related to Bryozoa, Platyhelminthes and Nematodes. അപ്പോൾ അഫിനിറ്റീസ് വിത്ത് അനലിഡ്സ് ആദ്യം നോക്കാം. എന്ന് പറയുമ്പോൾ ദ അനലിഡിയൻ അഫിനിറ്റീസ് ഓഫ് റോട്ടിഫർ വർ സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് ബൈ ഹാർട്ട്സ്റ്റക്ക് ബൈ പുട്ടിംഗ് ഫോർവേഡ് ദ ട്രോക്കോഫോർ തിയറി. ഈ തിയറി എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിഫേഴ്സ് ആർ സിമിലർ ടു ദ ട്രോക്കോഫോർ ലാർവ ഓഫ് അനലിഡ്സ് ആൻഡ് സോ ദേ ക്യാൻ ബി റിഗാർഡഡ് ആസ് nitinous annelids which remain in the larval stage. ഈ തിയറി എന്താ പറയുക ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ciliary girdle, bent intestine and the flame bulb type excretory system of the rotifer Trochospharia are similar to their counterparts in the Trochophore larva. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ട്രോക്കോഫോർ തിയറി മെയിൻലി maintains that the existing rotifers are related to ancestral annelids and mollusks. Okay, however, it has now been established that Trochospharia is only a peculiar form and not a generalized rotifer. Though the girdle type corona of some rotifers superficially resembles the prototroch of the Trochophore larva, it is only a highly modified form of corona. Therefore, a direct evolutionary relationship between annelids and rotifers is highly improbable. However, it is probable that rotifers are related to the annelid molluscan stem, and also that rotifers and Trochophore represent the same grade of organization. ഇനി ആർത്രോപോഡ്സിനായിട്ടുള്ള അഫിനിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോട്ടിഫേഴ്സ് റിസംബിൾസ് ആർത്രോപോഡ്സ് ഇൻ ഹാവിങ് അപ്പാരൻറ്റ് ബോഡി സെഗ്മെൻറ്റേഷനിലും ക്യൂട്ടിക്കുലാർ കവറിങ് ആൻഡ് ജോസിലുമാണ് ആർത്രോപോഡ്സിനായിട്ട് റിസംബിൾ ചെയ്യുന്നത്. ദ ആർത്രോപോഡ് അഫിനിറ്റി ഓഫ് റോട്ടിഫേഴ്സ് വാസ് സപ്പോർട്ടഡ് ബൈ ദ ഡിസ്കവറി ഓഫ് സം റോട്ടിഫേഴ്സ് സച്ച് ആസ് പെഡാലിയ ആൻഡ് ഹെക്സാദ്ര ഹൂസ് ബ്രിസ്റ്റൽ ബെയറിംഗ് മൂവബിൾ ആംസ് റിസംബിൾ ദ അപ്പൻഡേജസ് ഓഫ് ക്രസ്റ്റേഷ്യൻസ്. പക്ഷേ ലേറ്ററിൽ ഇറ്റ് കുഡ് ബി എസ്റ്റാബ്ലിഷ് ദാറ്റ് ദീസ് റോട്ടിഫേഴ്സ് ആർ ഓൺലി ഹൈലി സ്പെഷ്യലൈസ്ഡ് ഫോംസ് ആൻഡ് സോ നോ എവല്യൂഷണറി റിലേഷൻ മേ ബി എസ്റ്റാബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ ദം. ഇനി അഫിനിറ്റീസ് വിത്ത് പ്ലാറ്റിഹെൽമിന്ഥസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ റോട്ടിഫേഴ്സ് റിസംബിൾ ടർബലേറിയൻസ് ആൻഡ് ഹാവിങ് protonephridial excretory system, differentiation of female gonad into germarium, അതേപോലെ തന്നെ vitellarium and somewhat similar nervous system. അപ്പോൾ so it is not unlikely that rotifers arose from creeping turbularian ancestors with two major evolutionary modifications, namely development of corona from ventral ciliation, അതേപോലെ തന്നെ transformation of the incomplete alimentary canal into a complete one. Despite some similarities, rotifers differ from flatworms. ചില സിമിലാരിറ്റി ഉണ്ടെന്നല്ലാതെ റോട്ടിഫേഴ്സ് ഫ്ലാറ്റ്ഫോംസിനെ ഡിഫർ ചെയ്യുന്നുണ്ട് in having anus and also in the absence of subepidermal muscles and subepidermal nerve plexus, which are characteristic of turbularians. ഇനി അഫിനിറ്റീസ് വിത്ത് നെമറ്റോഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോട്ടിഫേഴ്സ് റിസംബിൾ നെമറ്റോഡ്സ് ആൻഡ് ഹാവിങ് ന്യൂക്ലിയർ കോൺസ്റ്റൻസി, സിങ്കീഷ്യൽ എപ്പിഡെർമിസ് ആൻഡ് സ്യൂഡോസീലോമിക് ബോഡി കാവിറ്റി. ഇനി റോട്ടിഫേഴ്സിൻ്റെ ഫൈലോജെനിയെ കുറിച്ചിട്ട് പറയാം. ഫൈലോജെനി ഓഫ് റോട്ടിഫേഴ്സ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ എംബ്രിയോളജി ഓഫ് റോട്ടിഫേഴ്സ് സജസ്റ്റ് ദാറ്റ് ദേ ആർ പ്രിമിറ്റീവ് ആൻഡ് നോട്ട് ഡിറൈവ്ഡ് ഫ്രം ഹയർ ഫോംസ് ത്രൂ റിട്രോഗ്രഷൻ. നോ ട്രേസ് ഓഫ് mesoderm and no sign of coelom formation are found in them. Their anatomy and embryology strongly suggest that they might have evolved from some lower creeping bilateria such as flatworms. എന്താ പറയുക, ഫ്ലാറ്റ്വർംസ് പോലുള്ള ക്രീപ്പിംഗ് ബൈലാറ്റേറിയയിൽ നിന്നാണ് ഇത് ഇവോൾവ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അനാട്ടമിയും എംബ്രിയോളജിയും സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നത്. ദെയർ കൊറോണൽ ഡിസ്ക് മേ ബി റിഗാർഡഡ് ആസ് ദ റെമനൻറ്റ് ഓഫ് ദ കംപ്ലീറ്റ് വെൻട്രൽ സീലിയേഷൻ ഓഫ് ടർബുലറിയൻസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് rotifers more closely resemble turbularians than any other invertebrate group. ടർബുലറിയൻ ആയിട്ടാണ് കൂടുതൽ റിസംബിൾ ചെയ്യുന്നത് ബാക്കി എല്ലാ ഇൻവെർട്ടബ്രേറ്റ് ഗ്രൂപ്പ്സിനേക്കാളും. അതുകൊണ്ട് തന്നെ ഹെൻസ് ദേ ആർ ഓഫൻ കൺസിഡേർഡ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാറ്റിഹെൽമിന്ഥസ് ആൻഡ് നെമറ്റിഡ. പ്ലാറ്റിഹെൽമിന്ഥസും നെമറ്റിഡയും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഈ ഫൈലം റോട്ടിഫെറ എന്ന ഫൈലം ഇവിടെ തീരുകയാണ്. ഫൈലം ഗാസ്ട്രോട്രിക്കയെ കുറിച്ച് അതിലേക്ക് കടക്കാം.
അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ കഴിയും. ഈ മൊഡ്യൂളും കഴിയും, ഫുള്ളായിട്ട് ഫസ്റ്റ് സെമ്മും കഴിയും. ഓക്കെ, ഗാസ്ട്രോട്രിക്ക എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഹൈലി ഡൈവേഴ്സ് വേം ലൈക്ക് ബയലാറ്ററലി സിമെട്രിക്കൽ അൺസെഗ്മെൻറ്റഡ് ആൻഡ് സീലോമിക് അക്വാട്ടിക് അനിമൽസ് വിത്ത് സ്പൈനി ക്യൂട്ടിക്കുല കവറിങ് ആൻഡ് 2 adhesive കഡൽ ട്യൂബ്സ്. ഇതിൻ്റെ മിക്സ്ഡ് ആയിട്ടുള്ള ഇതുകൾ പറയാം. എന്താ പറയുക, ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ബയലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് അൺസെഗ്മെൻറ്റഡ് ബോഡിയാണ് വിത്ത് ഫ്ലാറ്റ് വെൻട്രൽ സൈഡ് ആൻഡ് ആർക്ഡ് ഡോർസൽ സൈഡ്. ബോഡി ഡിവിസിബിൾ ഇൻ ടു ഹെഡ്, നെക്ക്, ട്രങ്ക് ആൻഡ് ടെയിൽ. പിന്നെ ഇതിൻ്റെ ഫോക്ഡ് ടെയിലാണ് വിത്ത് എ പെയർ ഓഫ് adhesive tubes which contain cement glands. The sticky secretion of these glands fastens the animal to solid objects. പിന്നെ ഇതിൻ്റെ ബോഡി വാള് ക്യൂട്ടിക്കിൾ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ക്യൂട്ടിക്കിൾ, എപ്പിഡെമിസ് ആൻഡ് സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് വെച്ചിട്ടാണ് ബോഡി വാൾ ഫോം ചെയ്തിരിക്കുന്നത്. ദ ക്യൂട്ടിക്കുലർ കവറിങ് ഓൺ ദ ഡോർസൽ സൈഡ് ഇസ് മോഡിഫൈഡ് ഇൻ ടു സ്കെയിൽസ്, സ്പൈൻസ് ആൻഡ് bristles which give the animal the appearance of a ciliated protozoans. ഓക്കെ, എപ്പിഡെമിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിങ്കിഷ്യൽ വിത്ത് adhesive tubules. മസിൽസ് ആർ നോട്ട് കണ്ടിന്യൂസ്, മസിൽസ് കണ്ടിന്യൂസ് അല്ല. ഇനി ഇതിൻ്റെ സ്പേഷ്യസ് ബോഡി ക്യാവിറ്റി ആബ്സെൻ്റ് ആണ്. സോ ദർ ആർ സ്പേസസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓർഗൻസ് തമ്മിൽ സ്പേസസ് ഉണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ട്യൂബാണ് വിത്ത് സബ് ടെർമിനൽ മൗത്ത്, ലോങ് ആൻഡ് മസ്കുലാർ ഫാരിങ്സ്, ഇംപെർഫെക്റ്റ്ലി ഡിമാർക്കേറ്റഡ് സ്റ്റൊമക് ആൻഡ് അൺകോയിൽഡ് ഇൻറ്റസ്റ്റൈൻ. മൗത്ത് ഇസ് ബോർഡേഡ് ബൈ ഓറൽ ബ്രിസ്റ്റൽസ് ആൻഡ് ഗ്രൂവ്സ് ഓഫ് സെൻസറി ബ്രിസ്റ്റൽസ്. പിന്നെ ഇതിൻ്റെ സർക്കുലേറ്ററി ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ pair of internally flagellated protonephridial tubules. Nervous system it consists of a bilobed cerebral ganglion അഥവാ brain, a pair of ventrolateral nerve cords and numerous nerve fibers present ആണ്. Sensory structures include cilia, bristles, small tentacles and ciliary pits. ചില സ്പീഷീസിൽ, in some species, pigmented eye spots or ocelli may also be present. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷലും അതുപോലെ തന്നെ സെക്ഷലും കാണപ്പെടുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ മെറൈൻ സ്പീഷീസ് റീപ്രൊഡ്യൂസ് സെക്ഷലി ആൻഡ് ദേ ആർ ഹെർമഫ്രോഡൈറ്റ്സ്. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ഫ്രഷ് വാട്ടർ സ്പീഷീസ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ബൈ പാർത്തനോജെനിസിസ്. ഗൊണാഡ്സ് മേ ബി സിംഗിൾ അഥവാ പെയർഡ് ആണ് ആൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ പൊസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ട്രങ്ക്. ലോക്കോമോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബൈ സീലിയറി ഗ്ലൈഡിംഗ്. ലോക്കോമോട്ടർ സീലിയ ആർ റെസ്ട്രിക്റ്റഡ് ടു ദ ഫ്ലാറ്റ് വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. പിന്നെ ഇതിൻ്റെ ഗാസ്ട്രോട്രിക്സ് മെയിൻലി ഫീഡ് ഓൺ ബാക്ടീരിയ, പ്രൊട്ടിസ്റ്റ് ആൻഡ് ഫഞ്ചൈ. ഓക്കെ, ഗാസ്ട്രോട്രിക്സ് റിസംബിൾസ് റോട്ടിഫേഴ്സിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. ടർബുലേറിയൻസിനെയും അതേപോലെ തന്നെ നെമറ്റോഡ്സിനെയും റിസംബിൾ ചെയ്യുന്നുണ്ട്. Sometime back, together with rotifers, they were included in a phylum called ട്രോക്കൽമെന്തസിലാണ് റോട്ടിഫെറസും അതേപോലെ തന്നെ ഗാസ്ട്രോട്രേക്കയും കുറേ മുന്നേ ഒരുമിച്ചിട്ടുണ്ടായിരുന്നത്. ജെനറ്റിക് സ്റ്റഡീസ് റിവീൽ ദാറ്റ് ദേ ആർ ക്ലോസ് റിലേറ്റീവ്സ് ഓഫ് ടർബുലേറിയൻസ്. പക്ഷേ ജെനറ്റിക് സ്റ്റഡീസാണ് ക്ലോസ് റിലേറ്റീവ്സാണ് ടർബുലേറിയൻസിൻ്റെ എന്ന് റിവീൽ ചെയ്തത്. കറൻറ്റ് സ്റ്റഡീസ് പോയിന്റ് ടു ദി കൺക്ലൂഷൻ ദാറ്റ് ഗാസ്ട്രോട്രിക്സ് ആർ അസീലോമേറ്റ്സ്. കറൻറ്റ് സ്റ്റഡീസ് എന്ത് ചെയ്തു, റിവീൽ ചെയ്തു, കൺക്ലൂഷൻ കണ്ടെത്തി. ഗാസ്ട്രോട്രിക്സ് എന്ന് പറയുന്നത് അസീലോമേറ്റ്സ് ആണ് ആൻഡ് നോ സ്യൂഡോസീലോമേറ്റ്സ് ആസ് ഫോംലി ബിലീവ്ഡ്. പണ്ട് ബിലീവ് ചെയ്ത പോലെ സ്യൂഡോസീലോമേറ്റ്സ് എല്ലാന്ന് കൺക്ലൂഡ് ചെയ്തു. പിന്നെ is rather the view that the small spaces between their internal organs are pseudocoelomic is rather unfounded and hence gastrotrichs cannot be considered as pseudocoelomates. Okay. പിന്നെ ഇതിൻ്റെ 700ഓളം സ്പീഷീസ് നോൺ ആണ് ഓഫ് ഗാസ്ട്രോട്രിക്സിൻ്റെ. ഓൾ ഓഫ് ദം ആർ എക്വാട്ടിക് ആണ്, ഇൻക്ലൂഡിങ് മെറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ സ്പീഷീസ്. ഫ്രഷ് വാട്ടർ മെറൈൻ ആയിട്ടുള്ള സ്പീഷീസ് പ്രസൻ്റ് ആണ്. ഇതിൻ്റെ എക്സാമ്പിളിനെ കുറിച്ച് പറയാനുള്ളത് കേറ്റോനോട്ടസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. കേറ്റോനോട്ടസ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ഗാസ്ട്രോട്രിക് ആണ്, ലിവിങ് ഇൻ ദ ഫൈൻ സെഡിമെൻറ്റ്സ് ഓഫ് ഡെട്രിറ്റസ്. ഇറ്റ്സ് ബോഡി എന്ന് പറയുന്നത് ഷോർട്ടും അൺസെഗ്മെൻറ്റഡുമാണ് ആൻഡ് കവേർഡ് വിത്ത് ലോക്കോമോട്ടർ സീലിയ. The animal എന്ന് പറയുന്നത് it is capable of reversing its ciliary beat in order to withdraw from an unpleasant stimulus. The body എന്ന് പറയുന്നത് it is elongated, dorsally arched and ventrally flattened. It has distinct head, trunk and forked tail with 2 or more caudal organs for adhesion. ഹെഡ് ബെയേഴ്സ് മൗത്ത്, ഹെഡ് മൗത്തും ഫോട്ടോ റിസെപ്റ്റേഴ്സും കീമോ റിസെപ്റ്റേഴ്സും അതേപോലെ തന്നെ ടപ്സ് ഓഫ് വൈബ്രറ്റൈൽ സെൻസറി ഹെയർസ് അഥവാ ബ്രിസ്റ്റൽസ് ഓൺ എയ്തർ സൈഡ്.
ഇതൊക്കെ ബെയർ ചെയ്യുന്നുണ്ട്. ഐസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് പ്രസൻറ്റ് ഇൻ സം സ്പീഷീസ്. ബോഡി വാൾ ഇസ് ഫോംഡ് ഓഫ് ക്യൂട്ടിക്കിൾ, സിൻകീഷ്യൽ എപ്പിഡെർമിസ് ആൻഡ് സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എലോബറേറ്റഡ് ഇൻ ടു സ്കെയിൽസ്, ബ്രിസ്റ്റൽസ് ആൻഡ് സ്പൈൻസ്. പിന്നെ കെറ്റോനോട്ടസ് എന്ന് പറയുന്നത് ദേ മൂവ്സ് അബൌട്ട് ബൈ സീലിയറി ഗ്ലൈഡിങ്. സീലിയറി ഗ്ലൈഡിങ് വഴിയാണ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഫീഡ്സ് ഓൺ ഡെഡ് ഓർഗാനിക് പാർട്ടിക്കിൾസ് ആൻഡ് ഓൾസോ ഓൺ ലൈവ് പ്രൊട്ടിസ്റ്റ് ആൻഡ് ബാക്ടീരിയ. ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സക്ഡ് ഇൻ ടു ദ മൗത്ത് ബൈ ദ പവർഫുൾ പമ്പിങ് ഫാരിങ്സ്. മെയിൽസ് ആർ അൺനോൺ ആൻഡ് സോ റിപ്രൊഡക്ഷൻ ഇസ് ബൈ പാർത്തനോജെനിസിസ്. മെയിൽസ് അൺനോൺ ആണ്, അതുകൊണ്ട് തന്നെ റിപ്രൊഡക്ഷൻ പാർത്തനോജെനിസിസ് വഴിയാണ്. പാർത്തനോജെനിസിസ് ഫീമെയിൽസ് ഡെപ്പോസിറ്റ് എഗ്സ് ആൻഡ് aquatic weeds or in the exuvia of crustaceans. ഓക്കെ, അപ്പോൾ ഫൈലം ഗാസ്ട്രോട്രിക്കയും അതിൻ്റെ എക്സാമ്പിളും അവിടെ തീരാണ്. അപ്പോൾ മൊഡ്യൂൾ 10 തീരുന്നതിനോടൊപ്പം നമ്മുടെ ഫസ്റ്റ് സെം പോർഷൻസ് സിലബസിലുള്ളത് കൂടെ ഇവിടെ കഴിയാണ്. ഇനി എന്ന് പറയുന്നത് ഇത് കേൾക്കുക, അത് പഠിക്കുക എന്നുള്ളത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും അതേപോലെ തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഓഡിയോ ലൈബ്രറിയിലുള്ള ചെയ്യേണ്ട ഫസ്റ്റ് സെം സുവോളജി ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അപ് ടു യു. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്. നന്നായി കേൾക്കാനും നന്നായി മനസ്സിലാക്കാനും ശ്രമിക്കുക. എക്സാമിന് വളരെ യൂസ്ഫുള്ളാണ്. സിലബസിലുള്ള പോലെ എപ്പോഴും പറയുന്ന പോലെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് അതേപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കേൾക്കുക. എക്സാം വരുമ്പോൾ നന്നായിട്ട് കേൾക്കാനും പഠിക്കാനും എഴുതാനും ശ്രമിക്കുക. I hope all of you are clear about this. Thank you for all of your cooperation.